2015 ഫെബ്രുവരിയോടെ നിമിഷപ്രിയയും തലാലും യമനിലേക്ക് തിരിച്ചുപോയി. ഒരു മാസത്തിനുള്ളിൽ ടോമി തോമസ് മകളുമായി പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. അത് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി. ദിവസങ്ങൾ കഴിയുന്തോറും ആഭ്യന്തര യുദ്ധം രൂക്ഷമായിക്കൊണ്ടേയിരുന്നു. ഇതോടെ ഇന്ത്യൻ ഗവൺമെന്റ് 4600ഓളം ഇന്ത്യക്കാരെയാണ് യമനിൽ നിന്നും തിരിച്ചെത്തിച്ചത്. പക്ഷേ വലിയൊരു തുക യമനിൽ നിക്ഷേപിച്ച് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയ ചില ഇന്ത്യക്കാർ മാത്രം തിരിച്ചു വന്നില്ല. അതിലൊരാളായിരുന്നു നിമിഷപ്രിയ. യമനിലേക്ക് പുതിയ വിസ അനുവദിക്കുന്നത് നിർത്തലാക്കുകയും എംബസികളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തതോടെ ടോമി തോമസും മകളും ഇന്ത്യയിൽ തന്നെ തുടർന്നു. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന യമനിൽ നിമിഷപ്രിയയ്ക്കുള്ള ഏക പിന്തുണ തലാലായിരുന്നു. പക്ഷേ പതിയെ തലാലിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. തക്കം പാർത്തിരുന്ന അവൻ അവസരം കൃത്യമായി മുതലെടുക്കാൻ തീരുമാനിച്ചു. കാരണം യുദ്ധം നടക്കുമ്പോഴും അതൊന്നും ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, നാൾക്കുനാൾ വരുമാനം വർദ്ധിക്കാനും തുടങ്ങി. ഇത് കണ്ടതോടെയാണ് തലാൽ അത്യാഗ്രഹിയായി മാറിയത്. തന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണെന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെയിരിക്കെയാണ് ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡിംഗുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിന്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നതിനായി നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയത്. ആ അവസരം അവൻ മുതലെടുത്തു. എഗ്രിമെന്റിൽ നിമിഷപ്രിയ, അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ പേരിനോടൊപ്പം തലാൽ അബ്ദു മെഹദി എന്ന സ്വന്തം പേരും അവൻ എഴുതി ചേർത്തു. ആ എഗ്രിമെന്റ് പ്രകാരം 33% ഓഹരി തലാലിന് അവകാശപ്പെട്ടതാണ്. എഗ്രിമെന്റ് മുഴുവൻ അറബിയിലായിരുന്നതിനാൽ നിമിഷപ്രിയയ്ക്ക് അത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. പിന്നീട് ക്ലിനിക്കിനു വേണ്ടി പുതിയൊരു വാഹനം വാങ്ങിയപ്പോൾ അതും തലാൽ അവന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇതുകൊണ്ടൊന്നും അവന്റെ അത്യാഗ്രഹം നിന്നില്ല. ക്ലിനിക്കിലെ ക്യാഷ്യറിനോട് പറഞ്ഞ് നിമിഷയുടെ ലാഭവിഹിതവും തലാൽ അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ ലാഭത്തിന്റെ 33% അബ്ദുൽ ലത്തീഫിനും 66% തലാലിനും. ഈയൊരവസ്ഥയിലായി കാര്യങ്ങൾ. അതിനുവേണ്ടി അവൻ മറ്റൊരു കളി കൂടി കളിച്ചിരുന്നു. ഇന്ത്യയിൽ വെച്ച് ഞാൻ നിമിഷപ്രിയയെ വിവാഹം കഴിച്ചുവെന്നും അവളിപ്പോൾ എന്റെ ഭാര്യയാണെന്നും ക്ലിനിക്കിലെ എല്ലാ ജീവനക്കാരെയും ക്യാഷ്യറിനെ ഉൾപ്പെടെ അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ്യർ നിമിഷപ്രിയയുടെ ലാഭവിഹിതം തലാലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഒടുവിൽ അക്കൗണ്ടിൽ പണം വരാത്തതിനെ തുടർന്ന് നിമിഷപ്രിയ ക്യാഷ്യറിനോട് കാര്യം തിരക്കിയതോടെയാണ് തലാലിന്റെ കളികൾ അവൾക്ക് മനസ്സിലായത്. ഇതോടെ നിമിഷപ്രിയ തലാലിനോട് നേരിട്ട് കാര്യങ്ങൾ തിരക്കി. യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നും തൽക്കാലം നീ എന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു തലാലിന്റെ മറുപടി. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലിനിക്കിന്റെ നടത്തിപ്പിൽ തലാലിന്റെ ഇടപെടലും നിയന്ത്രണങ്ങളുമെല്ലാം വർദ്ധിച്ചു. ഇതിനിടയിൽ അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. കേരളത്തിലേക്ക് പോയ സമയത്ത് ടോമി തോമസിന്റെ വീട്ടിൽ നിന്നും തലാൽ ഒരു വിവാഹ ഫോട്ടോ മോഷ്ടിച്ചിരുന്നു. അതായത് നിമിഷപ്രിയയുടെയും ടോമി തോമസിന്റെയും വിവാഹ ഫോട്ടോ. ആ വിവാഹ ഫോട്ടോയിൽ ടോമി തോമസിന്റെ മുഖം മോർഫ് ചെയ്ത് തലാലിന്റെയാക്കി മാറ്റി. അതുപോലെ പേരും മാറ്റി. പിന്നീട് തലാൽ ആ ഫോട്ടോ വെച്ച് യമനിൽ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ നിയമപ്രകാരമുള്ള ഭാര്യയായി മാറി. ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പലപ്പോഴും അവൾ ധൈര്യം സംഭരിച്ച് തലാലിനോട് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതോടെ ശാരീരികോപദ്രവവും തുടങ്ങി. ക്ലിനിക്കിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ തലാൽ നിമിഷപ്രിയയെ പലതവണ അടിച്ചിട്ടുണ്ട്. വേറെ നിവർത്തിയില്ലാതെ വന്നതോടെ നിമിഷപ്രിയ തലാലിനെതിരെ യമൻ പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് രണ്ടാളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. കലാപം പരത്തുന്നു എന്ന് കാണിച്ചായിരുന്നു അറസ്റ്റ്. ഒടുവിൽ തലാൽ അവൻ തയ്യാറാക്കിയ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഇരുവരും ജയിൽ മോചിതരായത്. അത് വ്യാജ സർട്ടിഫിക്കറ്റാണ് എന്ന് കണ്ടെത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കോടതി ഉൾപ്പെടെ അവരുടെ വിവാഹം അംഗീകരിച്ചതിന് തുല്യമായിരുന്നു ആ സംഭവം. ഇത് തലാലിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പീഡനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു പിന്നീട് നടന്നത്. ഒരു വാടക വീടെടുത്താണ് നിമിഷപ്രിയ താമസിച്ചിരുന്നത്. അവിടേക്ക് എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന തലാൽ അവളെ മർദ്ദിക്കുന്നത് പതിവായി. പലപ്പോഴും കൂട്ടുകാരുമായി എത്തുന്ന തലാൽ അവളുടെ വീട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയതോടെ പല രാത്രികളിലും നിമിഷപ്രിയ അവളുടെ താമസ സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോവാൻ നിർബന്ധിതയായി. യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പാതിരാത്രി ഉൾപ്പെടെ തെരുവുകളിലൂടെ അവൾ അലങ്ങി നടന്നു. ഇതിനിടയിൽ അവളുടെ പാസ്പോർട്ടും തലാൽ കൈവശപ്പെടുത്തി. ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ അടിമയായി മാറി. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, തലാലിന്റെ ഉപദ്രവവും സഹിക്കണം. ഈ കാര്യങ്ങളെല്ലാം നാട്ടിലുള്ള ടോമി തോമസിനെ വിളിച്ചു പറയാമെന്ന് വെച്ചാൽ അതിനും തലാൽ സമ്മതിക്കില്ല. രഹസ്യമായി ഫോൺ വിളിക്കുന്നത് കണ്ടാൽ ഫോൺ എറിഞ്ഞുടയ്ക്കും.
സിം കാർഡ് പൊട്ടിച്ചു കളയും. എന്നിട്ടും നിമിഷപ്രിയ രഹസ്യമായി ടോമി തോമസിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടി മൊത്തം 27 സിം കാർഡുകളാണ് നിമിഷ ഉപയോഗിച്ചിരുന്നത്. ഓരോന്ന് പൊട്ടിച്ചു കളയുമ്പോൾ പുതിയ പുതിയ സിം കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കും. മെസ്സേജുകളായും ചെറിയ ചെറിയ വോയിസ് നോട്ടുകളായും എല്ലാ കാര്യങ്ങളും നിമിഷപ്രിയ ഭർത്താവിനെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യമനിലേക്കുള്ള യാത്ര സാധ്യമല്ലാത്തതിനാൽ ടോമി തോമസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതേസമയം നിമിഷ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാവുന്ന ഒരാൾ മാത്രമായിരുന്നു അന്ന് യമനിലുണ്ടായിരുന്നത്, ഹനാൻ. നിമിഷപ്രിയ താമസിച്ചിരുന്ന വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യമൻ സ്വദേശിനിയായ മറ്റൊരു നഴ്സായിരുന്നു ഹനാൻ. പലപ്പോഴും തലാലിന്റെ ഉപദ്രവം അതിരുകടക്കുമ്പോൾ നിമിഷപ്രിയ ഹനാന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. അവളോട് നിമിഷപ്രിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ നിമിഷയെ ആശ്വസിപ്പിക്കുകയല്ലാതെ ഹനാന് കൂടുതലായൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇതിനിടയിൽ പലപ്പോഴും തലാൽ ജയിലിലാവും. ചില സമയങ്ങളിൽ നിമിഷപ്രിയയുടെ പരാതിയിലായിരിക്കും. മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുമായുള്ള പണമിടപാടിന്റെ പേരിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുന്നത് തലാലിന്റെ ഒരു രീതിയായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിമിഷപ്രിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനായി തലാലിന്റെ സഹായം തേടിയിരിക്കുന്നത്. തലാൽ ജയിലിലായിരിക്കുമ്പോൾ മാത്രമായിരുന്നു നിമിഷപ്രിയ സമാധാനത്തോടെ ഉറങ്ങിയിരുന്നത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ എല്ലാം പഴയപടിയാവും. ഇതേ രീതിയിൽ മാസങ്ങൾ കടന്നുപോയി. ഒടുവിൽ നിമിഷപ്രിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ലോക്കൽ സപ്പോർട്ടുള്ള തലാലിനെ എതിർത്ത് തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ലിനിക്കിനായി ഇൻവെസ്റ്റ് ചെയ്ത പണവും തിരിച്ചു കിട്ടില്ല. ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാട് വിടണം. പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട്. അവളുടെ പാസ്പോർട്ട് തലാൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അത്